ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അലീന രേവതിക്കുട്ടിയുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ പപ്പയുടെ വീട്ടിൽ വന്നത് മുതലുള്ള സകല കാര്യങ്ങളും അലീന രേവതിക്കുട്ടിക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ എല്ലാം മൂളി കേട്ടുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. പൗലോസും അലീനയും തമ്മിലുണ്ടായ വഴക്ക്, അലീന സ്റ്റാൻലിയോട് നടത്തിയ സമരം, ഒടുവിൽ പൗലോസ് വീട് വിട്ടു പോയതും മറ്റു വേലക്കാരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതും, അങ്ങനെ സകല കാര്യങ്ങളും അലീന വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടിക്ക്. തുടർന്ന് മനുശങ്കർ അലീനെ കാണാൻ വന്ന വിവരം അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്. അത് കേട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്നോടൊരു സത്യം പറയൂ. അപ്പം അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? മനുവേട്ടനോട് ചേച്ചിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിത്തിരി സെൻറ്റിമെൻസ് ഇല്ലേ? ഉണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടമുണ്ടോ? ഉണ്ടല്ലോ. സ്നേഹമോ? അതും ഉണ്ട്. പ്രേമോ? ഇത് കേട്ടപ്പോൾ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എടി കള്ളി, എൻ്റെ അടുത്തുള്ള സത്യം പറഞ്ഞു, അതാ നല്ലത്. അപ്പം അലീന പറയുന്നുണ്ട്, എടി എനിക്ക് നിൻ്റെ അടുത്ത് മറച്ചു വയ്ക്കാനൊന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങ് സമ്മതിച്ചു തന്നേക്ക്, ചേച്ചിക്ക് മനുവേട്ടനെ ഇഷ്ടമാണെന്ന്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അമ്പടി ഭയങ്കരി, ഇത്രയും നാളും ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ? അപ്പോഴേക്കും റിസീവറിൻ്റെ മറുവശത്ത് നിന്ന് അലീനയുടെ തേങ്ങൽ കേൾക്കാമായിരുന്നു. അലീന ചേച്ചി കരയുവാണോ? രേവതിക്കുട്ടിക്ക് വല്ലാത്ത വേവലാതിയേ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഞാൻ കളിയാക്കിയതുകൊണ്ടാണോ ചേച്ചി കരയുന്നത്? അപ്പോഴേക്കും അലീനയുടെ സ്വരം തണുത്തു. അലീന പറയുകയാണ്, അതല്ല മോളെ, ഈ സ്നേഹം ശരിയാണെന്ന് പോലും എനിക്കറിയില്ല. സങ്കടപ്പെടുകയാണോ വേണ്ടത് അതോ സന്തോഷിക്കുകയാണോ വേണ്ടത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി എന്നെ തന്നെ തടയാൻ, പക്ഷേ ഇപ്പം എനിക്ക് തോന്നുക ഞാൻ തോറ്റുപോയെന്ന്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനയുടെ കണ്ടമിടറാൻ തുടങ്ങി. ഇത് കേട്ട് രേവതിക്കുട്ടി പറയുകയാണ്, സാരില്ല ചേച്ചി, ചേച്ചി വിഷമിക്കാതിരിക്കേ, ഞാനില്ലേ ചേച്ചിക്ക് കൂട്ട്, എല്ലാം ശരിയാവും. മനുവേട്ടൻ്റെ കാര്യം എടുത്ത് അലീന ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മനുവേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റൊന്നല്ല. സമയമുണ്ടല്ലോ, എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തു തന്നെയായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട്. എൻ്റെ ഒപ്പം അങ്കിളും ഉണ്ട്, ആൻറ്റിയും ഉണ്ട്. പിന്നെ കടപ്പാട്ടൊരു വീട്ടിലാണെങ്കിൽ രോഹിത്തേട്ടനും ബബിതയും കൃഷ്ണമോളൊക്കെ ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കില്ലേ? പിന്നെ ചേച്ചിയുടെ വല്യപ്പച്ചൻ, ഓ എന്തായിരുന്നു വല്യപ്പച്ചൻ്റെ പേര്? ഞാൻ അതങ്ങ് മറന്നുപോയി. ഔതക്കുട്ടിച്ചായ. ആ അതന്നെ, ആളും ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കും. അപ്പം പിന്നെ എത്ര ആൾക്കാരെ ചേച്ചിക്ക് സപ്പോർട്ടിന്. ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അതൊക്കെ പോട്ടെ, ചേച്ചിയുടെ മറ്റു ബന്ധുക്കളൊക്കെ എങ്ങനെയാ? ചേച്ചിയോട് ഇഷ്ടമാണോ അതോ ദേഷ്യമാണോ? അതൊന്നും അറിയത്തില്ല മോളെ, ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ദേഷ്യമാണെന്നാ വല്യപ്പച്ചൻ പറഞ്ഞത്. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഈ വല്യപ്പച്ചന് ആകെ മൊത്തം എത്ര മക്കളുണ്ട് ചേച്ചി? പപ്പയെ കൂടാതെ 3 ആണും 2 പെണ്ണും. അതെയോ? അവരൊക്കെ ഇപ്പം എവിടെയാ? പെൺമക്കളെല്ലാം കെട്ടിച്ചു വിട്ടു എന്നാണ് വല്യപ്പച്ചൻ പറഞ്ഞത്. ആൺമക്കളുടെയും 3 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പുനലൂരും പത്തനംതിട്ടയിലൊക്കെ ആയിട്ടാണ് പലരുടെയും താമസം. ഏറ്റവും ഇളയ മകനാണ് തറവാട്ടിൽ താമസിക്കുന്നത്. ചേച്ചിക്ക് അവരുടെ ആരും പേരറിയത്തില്ലേ? വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞായിരുന്നു. ഒരാളുടെ പേര് ഔസേപ്പച്ചൻ എന്നാണെന്ന് തോന്നുന്നു, പപ്പയുടെ നേരെ ഇളയതാ. പിന്നെ തറവാട്ടിൽ നിൽക്കുന്ന ആളുടെ പേര് റോബിച്ചൻ എന്നാണോ അതോ ആൽബിച്ചൻ എന്നാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ പപ്പയുടെ അമ്മയുടെ പേര് ഏത് ഉറക്കത്തെ വിളിച്ച് ചോദിച്ചാലും ഞാൻ പറയും. ആണോ? അപ്പോൾ പറ, എന്താ പേര്? ചിന്നമ്മ. ഓ, ഇപ്പം മനസ്സിലായി. ആളുടെ ഫോട്ടോസ്റ്റാറ്റാണല്ലോ ചേച്ചി. രേവതിക്കുട്ടിയുടെ വർത്താനം കേട്ട് അലീന അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പൂടി അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും അവൾക്കൊരു തമാശ. അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഹാവു ഒന്ന് ചിരിച്ചല്ലോ, നേരത്തെ കള്ളക്കരച്ചിലൊക്കെ ഇപ്പം എവിടെ പോയി? അപ്പം അലീന പറയുന്നുണ്ട്, പെണ്ണെ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. ഓ ഞാനൊന്നും പറയുന്നില്ല. അല്ല ചേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ വല്യപ്പച്ചനെ കൊണ്ട് ഷെറിൻ ചേച്ചിയുടെ കാര്യം ഒന്ന് അന്വേഷിപ്പിച്ചാലോ? വല്യപ്പച്ചൻ പുനലൂരുകാരനാണെന്നല്ലേ പറഞ്ഞത്? എൻ്റെ മോളെ, ഈ പുനലൂർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അവിടെ എവിടെയാന്ന് വെച്ചിട്ടാ പോയി അന്വേഷിക്കുക? ഏതായാലും നീ അഡ്രസ്സ് ഒന്ന് തന്നേക്ക്. വല്യപ്പച്ചനോട് ഞാൻ ചോദിച്ചു നോക്കാം. ചോദിച്ചാൽ മാത്രം പോരാ, അന്വേഷിപ്പിക്കണം. നാളെ തന്നെ ഞാൻ അഡ്രസ്സ് തരാം. ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അതൊക്കെ പോട്ടെ, ചിന്നുമോളെ നമുക്കൊന്ന് പോയി കാണണ്ടേ? ശരിയാ, ഞാൻ ഇന്നും ചിന്നുമോളുടെ കാര്യം ഓർത്തു. ചേച്ചി എന്നാ എറണാകുളത്തേക്ക് വരുന്നേ? നമുക്ക് ഒരുമിച്ച് പോവാം. ആ പലീന പറയുന്നുണ്ട്, അതിന് ഞാൻ എറണാകുളത്തോട്ട് വരണ്ടല്ലോ, ഇവിടുന്ന് കൊല്ലത്തോട്ട് പോകാൻ എളുപ്പമാണ്. നീ എറണാകുളത്തുനിന്ന് അങ്ങോട്ട് വന്നാൽ മതി. ആ സമയം നോക്കി ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് കൊല്ലത്ത് വെച്ച് നമുക്ക് ഒത്തുകൂടാം. ശരി, എന്നാൽ ഞാൻ നാളെ വിളിക്കാട്ടോ. അതും പറഞ്ഞ് രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് രേവതിക്കുട്ടി കൊല്ലത്ത് പോകേണ്ട കാര്യം ഗ്രേസമ്മോടും മാമച്ചനോടും പറയുന്നുണ്ട്. അപ്പം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഉലകം ചുറ്റി നടന്നാൽ മതിയോടി, നീ ആരാ ഉലകം ചുറ്റും വാലിബയോ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിളെ പ്ലീസ് തമാശിക്കല്ലേ, അലീന ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോൾ പറഞ്ഞു? ഇന്നലെ രാത്രിയിൽ ഞാൻ ഫോൺ ചെയ്തിരുന്നു. അത് ശരി, എല്ലാം അപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ? ഫോൺ ബില്ല് വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അലീന ചേച്ചിയുടെ വല്യപ്പച്ചൻ പുനലൂരുകാരനാ. ഞാൻ നമ്മുടെ ഷെറിൻ ചേച്ചിയെ പറ്റി അന്വേഷിക്കാൻ അലീന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അത് ശരി, ഇതിൻ്റെ ഇടയിൽ നീ അത് ഒപ്പിച്ചെടുത്തോ? ആട്ടെ, എന്താ അലീനയുടെ വിശേഷം? അവൾക്കവിടെ സുഖമാണോ? അങ്ങനെ രേവതിക്കുട്ടി അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് മാമച്ചനും ഗ്രേസമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് മാമച്ചൻ പറയുന്നുണ്ട്, അവൾ ആളും പിടിക്കുകയാണല്ലോ, അവിടെയും ചെന്ന് എല്ലാവരും കയ്യിലെടുത്തല്ലേ. പിന്നല്ലാതെ എൻ്റെ ചേച്ചിയെ പറ്റി എന്താ കരുതിയേ? ഷെറിൻ ചേച്ചിയുടെ അഡ്രസ്സും വീട്ടുപേരും കൊടുത്താൽ ബാക്കി ചേച്ചി നോക്കിക്കോളൂ. ഉടനെ മാമച്ചൻ ചോദിക്കുക, അലീനയുടെ വലിയപ്പച്ചൻ്റെ പേരെന്താ? അപ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഔത്തക്കുട്ടിച്ചായനോ മറ്റോ ആണ്. ഔത്തക്കുട്ടിച്ചായൻ, ആ, നല്ല കേട്ടുപരിചയമുള്ള പേര്. അല്ല, വീട്ടുപേര് ചോദിച്ചായിരുന്നോ നീ? അയ്യോ, അത് മറന്നുപോയി. വേറെ ആരുടെയും പേരറിയോ? അതൊക്കെ അറിയാം. അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് 3 അനിയന്മാരാ. ഒരാളുടെ പേര് ഔസേപ്പച്ചൻ, പിന്നെ ഒരാളുടെ പേര് റോബിച്ചൻ, പിന്നെ ആൽബിച്ചൻ. പിന്നെ വല്യപ്പച്ചൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് എനിക്കറിയാം, ചിന്നമ്മ എന്നാ. ആ പേര് കേട്ടപ്പോൾ ഗ്രേസം ഒന്ന് ഞെട്ടി. ചിന്നമ്മ. ഉടനെ മാമച്ചൻ രേവതിക്കുട്ടിയോട് പറഞ്ഞു, നീ അലീനയെ വിളിച്ചൊന്ന് ചോദിച്ചേ, അവളുടെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ നിന്നാണോന്ന്. എന്തു പറ്റി ഞങ്ങളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, പ്രശ്നമൊക്കെ നമുക്ക് വഴിയേ പറയാം. ആദ്യം നീ അവളെ വിളിച്ച് ഇതൊന്നും ചോദിച്ചറിയും. ഉടൻ തന്നെ രേവതിക്കുട്ടി കൈ കഴുകി അലീനയെ വിളിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു. ഗ്രേസമ്മയും മാമച്ചനും അവളെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിള് പറഞ്ഞത് ശരിയാ, ചേച്ചിയുടെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ നിന്ന് തന്നെയാ. അത് കേട്ടതും ഗ്രേസമ്മയും മാമച്ചനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്തു പറ്റി ഞങ്ങളെ? ഈ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ തന്നെയാണോ അലീന ചേച്ചിയുടെയും? അപ്പം മാമച്ചൻ പറയുന്നുണ്ട്, അങ്ങനെയാണല്ലോ ഇപ്പം തിരിഞ്ഞു വരുന്നത്. ഷെറിൻ്റെ വീട്ടുപേര് കൊട്ടാരമറ്റത്തിൽ നിന്നാണ്. അപ്പച്ചൻ്റെ പേര് ഔതക്കുട്ടിച്ചായൻ, അമ്മച്ചി ചിന്നമ്മ, ഒരു സഹോദരൻ്റെ പേര് ഔസേപ്പെന്നാ, പിന്നെ ആൽബർട്ടും റോബർട്ടും. സ്റ്റാൻലി ജോസഫ് എന്ന പേര് ഷെറിൻ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. അയാൾ ആ സമയത്ത് മിലിറ്ററിയിലോ മറ്റോ ആയിരുന്നു. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോയില്ലേ, അത് ഈ ഔതക്കുട്ടിച്ചായൻ്റെ വീടാണോ? ആയിരിക്കണം. അതായത് അലീന ചേച്ചിയുടെ പപ്പയുടെ തറവാട് അല്ലേ? അതന്നെ. അപ്പോൾ നമ്മളന്ന് അവിടെ വെച്ച് കണ്ടത് അലീന ചേച്ചിയുടെ സ്വന്തക്കാരായിരുന്നല്ലേ? ഇതെന്തൊരു അത്ഭുത ദൈവമേ. അപ്പോൾ ഈ പറഞ്ഞ ഔതക്കുട്ടിച്ചായനും നമ്മളന്ന് കണ്ടിട്ടുണ്ടല്ലേ? ശരിയാണ്, അന്ന് ഷെറിനെ ജീപ്പേ കയറ്റി കൊണ്ടുപോകുമ്പോൾ അവളുടെ അപ്പച്ചനും ഉണ്ടായിരുന്നു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങളെ. അപ്പം ഈ ഷെറിൻ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടാവും? അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ഒരു 30 വയസ്സുണ്ടാവും. അപ്പോൾ അലീന ചേച്ചിയുടെ വല്യപ്പച്ചനോ? അത് ഏതാണ്ട് ഒരു 75 വയസ്സുണ്ടാവും. ഏറ്റവും ഇളയ മോളല്ലായിരുന്നോ ഷെറിൻ? അവളുണ്ടായപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ വലുതായിരുന്നു. എന്നാലും ഇത് ഭയങ്കര അതിശയായി പോയല്ലേ? ഇതൊക്കെ സത്യം തന്നെയാണോ? അതോ ഇനി വേറെ കൊട്ടാരം മറ്റോ വേറെ ഔതക്കുട്ടിച്ചായനൊക്കെ ഉണ്ടാവോ? അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട്, ഈ പെണ്ണിന് എന്താ മാമച്ചായ? ഇത് കേട്ട് രേവതിക്കുട്ടി തല ചൊറിയുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞതോടെ മാമച്ചനും ഗ്രേസമ്മയും അതിയായ സന്തോഷത്തിലാണ്. അലീന ഷെറിൻ്റെ ചേട്ടൻ്റെ മകളാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഷെറിൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ഇനി അനന്തമായ സാധ്യതകളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മഴത്തോരു മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാഭാഗങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്